ദൈവത്തിൻ്റെ ആത്മാവ് ഈ സന്ധ്യായാമത്തെങ്കിൽ എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ആത്മീയ ദൂത് വളരെ ലളിതമായി, വളരെ ലഘുവായി ദൈവമക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഈ വചനചിന്തകൾക്ക് ആധാരമായിട്ട് ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:4. ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സ്തോത്രം. Rejoice in the Lord always. I will say it again, rejoice. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാക്യമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എക്കാലത്തും എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം. എന്നാൽ പലപ്പോഴും സന്തോഷം ആഗ്രഹിക്കുമെങ്കിലും സന്തോഷത്തിന്റെ തികവ് നമുക്ക് ആർക്കും പലപ്പോഴും പൂർണ്ണതയോടെ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലവലേശമില്ലാതെ ജീവിച്ചവരാണ് നാം ഓരോരുത്തരും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ, സന്തോഷം അല്പമെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ, അല്പമായിട്ടല്ല, ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണതയോടെ ആ സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം പൂർണ്ണതയോടെ അനുഭവിക്കുന്നവരാണ് ദൈവമക്കളാണ് നാം എല്ലാവരും. ദൈവം നമ്മെ വീണ്ടെടുത്തത് മുഖാന്തരമാണ്, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നത് മുഖാന്തരമാണ് ആ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് അതേ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷിക്കുക. ഈ ലേഖനം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് വളരെ അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് താനായിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും എല്ലാം നന്നായിരിക്കുമ്പോഴല്ല ഈ ലേഖനം താൻ എഴുതുന്നത്. താൻ കാരാഗ്രഹത്തിലാണ്. സ്വാതന്ത്ര്യമില്ലാതെ, പുറത്തിറങ്ങാൻ കഴിയാതെ, വളരെ ഏകാന്തതയുടെ നടുവിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വളരെ കഷ്ടതയുടെ നടുവിൽ താൻ ആയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലും തനിക്ക് പറയാനുള്ളത് താൻ അനുഭവിക്കുന്ന വേദനകളോ പരിഭവങ്ങളോ കഷ്ടതകളുടെ നീണ്ട ലിസ്റ്റോ ഒന്നുമല്ല. ഫിലിപ്പിയ സഭയ്ക്ക് താൻ ലേഖനം എഴുതുമ്പോൾ അവരോട് ആവർത്തിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്നൊക്കെ ഈ ലേഖനത്തിൽ ആവർത്തിച്ച് കേവലം 4 അധ്യായങ്ങളെ ഉള്ളുവെങ്കിലും ആവർത്തിച്ച് ഈ ലേഖനത്തിൽ സന്തോഷിപ്പീൻ എന്നുള്ള ആഹ്വാനം നമുക്ക് കാണുവാനായിട്ട് അതേ കഴിയുന്നുണ്ട്. ഏകദേശം 16-ലധികം പ്രാവശ്യം സന്തോഷിപ്പീൻ എന്നുള്ള വാക്ക് ഈ എഴുത്തിൽ, ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് അതേ കഴിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിന്റെ തികവ്, സന്തോഷത്തിന്റെ പൂർണ്ണത, സന്തോഷം യഥാർത്ഥമായി അനുഭവിക്കുവാൻ കഴിയുന്നത് കർത്താവിലൂടെ മാത്രമാണ്. ഞാൻ ഇങ്ങനെ അതിനെ ഒന്ന് മൊഴിമാറ്റം പറഞ്ഞ് വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സന്തോഷത്തിന്റെ ഉറവിടം അത് കർത്താവ് മാത്രമാണ്. അത് മാത്രമല്ല, ഈ ലോകം നൽകുന്ന സന്തോഷവും കർത്താവിലൂടെ ലഭ്യമാകുന്ന, യേശുവിലൂടെ ലഭ്യമാകുന്ന സന്തോഷവും തമ്മിൽ രണ്ടും വ്യത്യസ്തമാണ്. ലോകം നൽകുന്ന സന്തോഷം താൽക്കാലികമാണ്, അത് ക്ഷണികമാണ്. എന്നാൽ കർത്താവിലൂടെ ലഭിക്കുന്ന സന്തോഷം അത് നിത്യമാണ്. അത് സാഹചര്യത്തിനനുസരിച്ച് മാറിപ്പോകുന്ന സന്തോഷമല്ല. ഏതൊരു സാഹചര്യത്തിലും, ഇവിടെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുമ്പോഴും, ആരും കൂട്ടില്ലാതെ ഏകാന്തതയിലായിരിക്കുമ്പോഴും താൻ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടാണ്? താൻ കർത്താവിലൂടെയുള്ള ആ സന്തോഷമാണ് തൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കുന്നത്. സ്തോത്രം. ഇത് രാത്രി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രായോഗികമായി നാം ആഗ്രഹിക്കുന്നതാണ് സന്തോഷം. എങ്ങനെ നമുക്ക് സന്തോഷിക്കാം? സ്തോത്രം. സന്തോഷിക്കുവാനുള്ള 4 കാരണങ്ങളാണ് ഈ വാക്യത്തിൽ നിന്ന്, ഈ പുസ്തകത്തിൽ നിന്ന്, ഈ അധ്യായത്തിൽ നിന്നുകൊണ്ട് സംസാരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമതായിട്ട്, സമയം നമ്മുടെ മുമ്പിൽ വളരെ പരിമിതമാണല്ലോ. ഇനിയും എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് ഏകദേശം ഒരു അരമണിക്കൂറാണ്, ഒരു 35 മിനിറ്റാണ് എൻ്റെ മുൻപിലുള്ളത്. സ്തോത്രം. ആ പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ദൈവമക്കളുമായി, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളുമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷിക്കാനായിട്ടുള്ള 4 കാര്യങ്ങൾ ഈ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലുള്ള വ്യക്തികൾക്ക് സന്തോഷം പകരുന്നത് ഭൗതികത അവർക്ക് ലഭിക്കുമ്പോഴാണ്. ഭൗതികമായ നന്മകളും ഭൗതികമായ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക നന്മകളെക്കാൾ
നമുക്ക് സന്തോഷം ലഭിക്കുന്നത് ആത്മീക അനുഗ്രഹങ്ങളിലൂടെയാണ്. കർത്താവിലൂടെ ലഭിക്കുന്ന രക്ഷയുടെ ആ സന്തോഷത്തിലൊക്കെയാണ് നമുക്ക് അധികം സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, 4 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആ 4 കാര്യങ്ങളും ഈ സന്ദേശം പറഞ്ഞു കഴിയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ അത് ഉറപ്പായിട്ടുണ്ടാവണം എന്നുള്ള ചിന്തയോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. സന്തോഷിപ്പാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. സ്തോത്രം. അപ്പോൾ തികഞ്ഞ സന്തോഷം, കർത്താവിലൂടെയുള്ള സന്തോഷം നമുക്ക് ലഭ്യമാകണമെങ്കിൽ, സന്തോഷത്തിന്റെ തികവിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അടിയന്തിരമായി, വളരെ അത്യന്തമായി, വളരെ ആഴമായി നമുക്ക് വേണ്ടത് ഒന്നിനെ കുറിച്ചും നമ്മൾ വിചാരപ്പെടരുത് എന്നുള്ളതാണ്. സ്തോത്രം. ആകുലതകളില്ലാത്ത, വിചാരങ്ങളില്ലാത്ത, സ്തോത്രം, ഹല്ലേലൂയ, ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഓക്കെ, ഹല്ലേലൂയ. ആകുലതകളില്ലാത്ത, വിചാരങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകുലതകൾ, അവരുടെ വിചാരങ്ങൾ, അതിൻ്റെ മീതെ അവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. സ്തോത്രം. ഈ ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് എന്നാണ് ഇംഗ്ലീഷ് വേർഷനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആങ്ഷ്യസ് എന്ന ആ ഇംഗ്ലീഷ് പദത്തിന്റെ ഗ്രീക്ക് വാക്കിലുള്ള, അതിന്റെ മൂലഭാഷയിലുള്ള പദം മെരിംനെ സെറ്റെ എന്നാണ്. മെരിംനെ സെറ്റെ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് വറി, ഡു നോട്ട് തിങ്ക്, ഡു നോട്ട് ബി ആങ്ഷ്യസ് എന്നൊക്കെയാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ദൈവമക്കൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഒന്നിനെ കുറിച്ചും ആശങ്കപ്പെടരുത്, നമ്മൾ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത്, ഒന്നിനെ കുറിച്ചും അമിതമായി വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും നമ്മൾ ആകുലപ്പെടരുത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്താണ്? സകലത്തിന്റെ മേലും അധികാരമുള്ള, സകലത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഉടയവനായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, തന്റെ രക്തം അവസാന തുള്ളി വരെ നമുക്കായി ഊറ്റിത്തന്ന, നമ്മെ ആഴമായി ഇന്നും സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിചാരപ്പെടരുത് എന്നതിനെപ്പറ്റി യേശു കർത്താവ് 3 പ്രാവശ്യം തന്റെ ഗിരിപ്രഭാഷണത്തിൽ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പ്രാവശ്യം തന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് 3 വട്ടം ഈ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ജീവനെക്കുറിച്ച്, ആഹാരത്തെക്കുറിച്ച്, എന്ത് കുടിക്കും, എന്ത് തിന്നും, ശരീരത്തിനെ കുറിച്ച് എന്ത് ധരിക്കും എന്നതിനെപ്പറ്റി നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ന് ശരീരത്തിനായിട്ടോ എന്ത് ധരിക്കും എന്നൊക്കെ നമ്മളൊക്കെ വിചാരപ്പെടുന്ന ആ മേഖലകളെ പറ്റി യേശു കർത്താവ് പറഞ്ഞിട്ട് പറയുക, ഇതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. യേശു കർത്താവ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയായിരുന്നില്ല. അതിന്റെ താഴെ അടുത്ത വാക്യം പറയുന്നുണ്ട്: ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എന്നാൽ ദൈവം അവയെ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഇന്നും അവ വളരെ സന്തോഷമായി, മനുഷ്യരെക്കാൾ, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, മനുഷ്യരെക്കാൾ സന്തോഷമായി അവര് ആകാശത്തിലൂടെ പറന്ന് വിഹരിക്കുകയാണ്, സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപ്പൊ യേശു കർത്താവ് ആദ്യം ഇതാ പറഞ്ഞത്: ജീവിതത്തെക്കുറിച്ച്, തിന്നുന്നതിനെ കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, പാനീയത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച് ഒന്നും എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. കരുതുന്നവനായ ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 26-ാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്: എങ്കിലും കർത്താവ് അവയെ പോറ്റുന്നു, കർത്താവ് അവയ്ക്ക് തീറ്റി കൊടുക്കുന്നു, കർത്താവ് അവയെ കുറിച്ച് വിചാരിക്കുന്നു എന്നാണ്. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ശ്രദ്ധയോടെ കേൾക്കണം, ശ്രദ്ധയോടെ ഈ വചനങ്ങൾ ഉൾക്കൊള്ളണം. കേവലം വാക്കുകൾ കൊണ്ട് വിളിച്ചു വരുത്തിയ, കൂട്ടമായിട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. സ്തോത്രം. പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കൂട്ടമായിട്ട് സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. ദൈവം ആദമിനെ സൃഷ്ടിച്ചു, അതിനുശേഷം ഹൗവയെ സൃഷ്ടിച്ചു. തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും മഹത്വമുള്ളവനായി, തേജസ് നിറഞ്ഞവനായി സൃഷ്ടിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് എത്രത്തോളം വിചാരം ഉണ്ടാവും എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. വീണ്ടും പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗ്രഹിക്കേണ്ട, ആഴത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത,
തൻ്റെ പ്രാണന് പകരമായി രക്ഷിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ മക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവിന് വിചാരം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്ന് രാത്രി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളിൽ ആരെങ്കിലും ആകുലതകളുള്ളവരുണ്ടെങ്കിൽ, ജീവിതത്തെക്കുറിച്ച്, നാളുകളെക്കുറിച്ച്, ആഹാരത്തെപ്പറ്റി, വസ്ത്രത്തെപ്പറ്റി, ഭൗതിക മേഖലകളെപ്പറ്റി, സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മെ അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നാളുകൾ സുരക്ഷിതമാക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ നാളുകൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആകാശത്തിലെ പറവകളെ പോറ്റി പുലർത്തുന്ന, സകല ചരാചരങ്ങളെയും തീറ്റിപ്പോറ്റുന്ന, സകലതിനും വേണ്ടുന്നത് നൽകുന്ന, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം നൽകുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. കേവലം തത്വപരമായിട്ട് ഞാൻ ഇങ്ങനെ പറയുകയല്ല. ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ സധൈര്യത്തോടെയാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവത്തിന്റെ കരുതലുകൾ ജീവിതയാത്രയിൽ അനുഭവിച്ചിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. നാം പാടിയതുപോലെ നമ്മൾ നേടിയതല്ല, ദൈവം എല്ലാം തന്നതാണ്, ദൈവം എന്നെ നിർത്തിയതാണ്, എനിക്ക് വേണ്ടി ദൈവം കരുതിയതാണെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് അതേ കഴിയത്തുള്ളൂ. സ്തോത്രം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്തോത്രം, മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഞാനൊന്ന് എടുത്തോട്ടെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നല്ലോ. സ്തോത്രം. അപ്പൊ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇങ്ങനെ വിചാരപ്പെടുന്നത് ആരാണ്? ദൈവമക്കളല്ല, വിശ്വാസികളല്ല, രക്ഷിക്കപ്പെട്ടവരല്ല. ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിചാരപ്പെടുന്നത്, ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് വ്യക്തമായി പറയുകയാണ്, ഇത് വിചാരപ്പെടുന്നത് ആരാണ്? ജാതികളാണ്. സ്തോത്രം ഹല്ലേലൂയ. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഇതെല്ലാം നമുക്ക് ആവശ്യമെന്ന് അറിയുന്നു. എനിക്ക് ഉറപ്പോടെ ഇന്ന് രാത്രി പറയാനായിട്ട് കഴിയും, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമ്മുടെ നാളത്തെ ആവശ്യങ്ങൾ, അടുത്ത മണിക്കൂറിലെ നമ്മുടെ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ഇന്ന് രാത്രി സധൈര്യം, വളരെ പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് അത് വകയുണ്ട്. സ്തോത്രം. ഇനിയും മത്തായി സുവിശേഷം തന്നെ 6-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം യേശു കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. പലപ്പോഴും നമ്മെ ഭരിക്കുന്നത് നാളുകളെ കുറിച്ചാണ്, ഭാവിയെ കുറിച്ചാണ്, അടുത്ത മാസം, അടുത്ത ആഴ്ച, അടുത്ത ദിനങ്ങളിൽ എന്താകും എന്നൊക്കെയാണ്. സ്തോത്രം. എന്നാൽ യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, നാളുകളെ കുറിച്ച് എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. എന്താ അതിന്റെ കാരണം? നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അപ്പം യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, നാളുകളെ കുറിച്ച് വിചാരപ്പെടരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമായി മുന്നേറണമെങ്കിൽ ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഒന്നിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന കാരണം എന്താ? എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് എന്നെ പോറ്റി പുലർത്തും, എന്നെ നടത്തും. അതെ, പത്രോസ് അപ്പോസ്തലൻ, യേശുവിന്റെ ശിഷ്യനായിരുന്ന പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ, തന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് വളരെ പരിചിതമായ, വളരെ സന്തോഷം പകരുന്ന വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. 40-ാം സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് എന്നെ വിചാരിക്കുന്നു, എങ്കിലും കർത്താവ് എന്നെ ഓർക്കുന്നു. നമ്മെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 139-ാം സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവമേ, എന്നെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ നാളുകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അനുഗ്രഹത്തോടെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും ഉന്നതമാകുന്നു.
അപ്പോൾ നമ്മുടെ പദ്ധതികൾ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട്, നമ്മുടെ ചെറിയ ഈ തലയ്ക്കകത്തുള്ള ചെറിയ തലച്ചോറിൽ നമ്മൾ ചിന്തിക്കുകയാണ്. എന്നാൽ സകലത്തെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തെ തന്റെ ഉള്ളംകരത്തിൽ വഹിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വിചാരങ്ങൾ ഹല്ലേലൂയ ആകാശത്തേക്കാൾ ഉന്നതമാണ്, ഹല്ലേലൂയ ഭൂമിയേക്കാൾ ഉന്നതമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഇന്ന് രാത്രി സന്തോഷം അതിന്റെ തികവിൽ അനുഭവിക്കണമെങ്കിൽ, സന്തോഷത്തിന്റെ പൂർണ്ണത അനുഭവിക്കണമെങ്കിൽ, ദൈവമക്കളാകുന്ന നമ്മോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നവരിൽ ആരെങ്കിലും, ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, എന്തിനെ കുറിച്ചെങ്കിലും വിചാരമുള്ളവർ, ഒരുപക്ഷെ ഭാവിയെ കുറിച്ചാവാം, ഒരുപക്ഷെ നാളുകളെ പറ്റിയാകാം, ഒരുപക്ഷെ അടുത്ത ദിനങ്ങളിലുള്ള എന്തെങ്കിലും സംഭവങ്ങളെ പറ്റിയാവാം, ഇന്ന് രാത്രി വ്യക്തമായി ഉറപ്പോടെ പറയട്ടെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കരുതുന്നവനായ ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുന്ന, നമ്മെ അനുഗ്രഹത്തോടെ നടത്തുന്ന, തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും ആന്തരികവും ബാഹ്യവുമായ, രഹസ്യവും പരസ്യവുമായ മേഖലകൾ അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കരുതലിനെ പറ്റി പറയുമ്പോൾ ബൈബിളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് കഴിയും. ഇന്ന് രാത്രി സമയക്കുറവിനാൽ അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കരുതുന്നവനായ കർത്താവിന്റെ മഹത്വം ബൈബിളിന്റെ ആരംഭ അധ്യായം മുതൽ, ആരംഭ പേജ് മുതൽ ആരംഭിക്കുകയാണ്. അതങ്ങ് അവസാനം വരെ നീളുകയാണ്. സ്തോത്രം. അവസാനം അവതരിപ്പിക്കുന്നത് എന്താണ്? തിരുവചനം അവസാനിക്കുന്നത് ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ കരുതലായ, തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന സ്വർഗത്തെ പറ്റിയ, നിത്യതയെ പറ്റിയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, നാളുകൾക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി കരുതുന്നവനായ ഒരു നല്ല കർത്താവ്. ഈ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാനായിട്ട് പോവുകയാണ്. അത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? രണ്ടാമത്തെ കാര്യം ഞാൻ വായിക്കുകയാണ്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. സ്തോത്രം. രണ്ടാമത് ആയിട്ട് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, ദ എവർലാസ്റ്റിംഗ് പീസ് ഓഫ് ഗോഡ്. നമ്മളുള്ളത് ലോകം തരുന്ന സമാധാനമല്ല, ലോകത്തിന്റെ സമാധാനമല്ല. സകല ബുദ്ധിയെയും കവിയുന്ന, സകല അണ്ടർസ്റ്റാൻഡിങ്ങിനെയും കവച്ചു വയ്ക്കുന്ന ദൈവത്തിന്റെ സമാധാനം, അത് നിത്യമായിട്ടുള്ള സമാധാനമാണ്. സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, രക്ഷ നമുക്ക് ലഭ്യമായതാണ്, സൗജന്യമായി ലഭ്യമായതാണ്. ഈ രക്ഷയെങ്കിലേക്ക് നാം വന്ന സമയത്ത്, നാം രക്ഷിക്കപ്പെട്ട സമയത്ത്, അതിനോടൊപ്പം ധാരാളം നല്ല അനുഭവങ്ങളൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി തന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് സമാധാനം. രക്ഷയോടൊപ്പം ആ സമാധാനവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ പഴയകാല ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയില്ലായിരുന്നു, നമുക്ക് സമാധാനം ഇല്ലായിരുന്നു. സമാധാനം കിട്ടാൻ വേണ്ടി പല വഴികളും അന്വേഷിച്ച് നമ്മൾ ഹല്ലേലൂയ തകർന്നു പോയവരാണ്, നമ്മൾ മടുത്തുപോയവരാണ്. എന്നാൽ കർത്താവിങ്കലേക്ക് വന്നപ്പോൾ നാം സമാധാനത്തിന്റെ പൂർണ്ണത അനുഭവിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ഈ സമാധാനത്തിന്റെ പ്രത്യേകത? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു കർത്താവ് പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. തന്റെ അവസാന സമയങ്ങളിലാണ് യേശു കർത്താവ് ഇത് പറയുന്നത്. തന്റെ ശിഷ്യന്മാരോട് അല്ല, ദൈവമക്കളാണ്, തന്റെ മക്കളാണ് നമ്മോട് യേശു കർത്താവ് പറയുകയാണ്, എന്റെ സമാധാനം, ലോകത്തിന്റെ സമാധാനം അല്ല, എന്റെ സമാധാനം അതെ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെ അല്ല. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകരുത് എന്നൊക്കെയാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനം അത് ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സമാധാനമല്ല. എന്തെങ്കിലും നമ്മുടെ തന്ത്രങ്ങളോ നമ്മുടെ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ട് നമുക്കുണ്ടാകുന്ന സമാധാനത്തെ പറ്റിയല്ല ഇന്ന് രാത്രി പറയുന്നത്. ലോകം തരുന്ന സമാധാനം അത് ശാശ്വതമല്ല, അത് ക്ഷണീകമാണ്, അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരു സ്വസ്ഥത നൽകാൻ ലോകത്തിലെ ഒന്നിനും കഴിയത്തില്ല. ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത നൽകുവാൻ, സമാധാനം നൽകുവാനായിട്ട് കഴിയത്തില്ല. യേശു കർത്താവ് പറഞ്ഞത് എന്റെ സമാധാനമെന്ന്. യേശു കർത്താവിൽ കാണുന്ന സമാധാനം എന്താണ്? ഒരു നിമിഷം യേശു കർത്താവിന്റെ ജീവിതത്തെ പറ്റി പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. യേശുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? സാക്ഷാൽ ദൈവപുത്രനായ യേശു കർത്താവ് ജനിച്ചത് എവിടെയാണ്? ഒരു കെട്ടിടത്തിലോ ഒരു നല്ല വീട്ടിലോ അല്ല,
കാലിത്തൊഴുത്തിലാണ് യേശു കർത്താവ് ജനിച്ചത്. സ്തോത്രം. നമ്മിൽ പലരുടെയും പ്രശ്നം, എൻ്റെ ജനനം ശരിയായിരുന്നില്ല, ഞാൻ ജനിച്ച സമയത്ത് സാഹചര്യം മോശമായിരുന്നു, അല്ലെങ്കിൽ നല്ല സാഹചര്യമായിരുന്നു, ഞാൻ ഇച്ചിരി കൂടെ മെച്ചപ്പെട്ട രീതിയിൽ വന്നേനെ എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ചിന്ത. സ്തോത്രം. എന്നാൽ യേശു കർത്താവിനെ ഒന്ന് നോക്കിയാട്ടെ. ദൈവപുത്രൻ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ യേശു കർത്താവ് ജനിച്ചത് കാലിത്തൊഴുത്തിലായിരുന്നു. അതിനെപ്പറ്റി യേശു കർത്താവിന് ഒരു ആശങ്കയോ ഒരു ആകുലതയോ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. യേശു കർത്താവ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, സന്തോഷപൂർണ്ണനായിരുന്നു. അത് മാത്രമല്ല, യേശു കർത്താവിന് കിടക്കാനായിട്ട് സ്ഥലമില്ലായിരുന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ ഈ ഭൂമിയിൽ ഇടമില്ല എന്ന് യേശു കർത്താവ് തന്നെയാണ് പറഞ്ഞത്. അതിൽ യേശു കർത്താവിന് സമാധാനക്കേടൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അത് മാത്രമല്ല, യേശു കർത്താവിന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകൾ, സ്തോത്രം, കഷ്ടതകൾ ഒരു പരമ്പര തന്നെയാണ് യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തിയതാണ് കാൽവറിയിലേക്കുള്ള തൻ്റെ യാത്രയിൽ. അതെ, ഗത്ശമന മുതൽ താൻ അനുഭവിച്ച കഷ്ടതകളുടെ പരമ്പര. ഈ സമയത്തും യേശു കർത്താവിൻ്റെ മുഖത്ത് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും കാണാൻ കഴിയുന്നത് ആ സമാധാനമാണ്, ആ ശാന്തതയാണ്. നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്പമെങ്കിലും ഒരു പ്രയാസമോ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അത് പ്രതിഫലിക്കും. നമ്മൾ ആകെ അസ്വസ്ഥരാകും, നമ്മൾ സമാധാനമില്ലാതെ നമ്മുടെ ദൈനംദിന ജീവിതം പോലും താളം തെറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്കൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, കർത്താവിൽ നിന്നുള്ള സമാധാനം, യേശു കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ സമാധാനം, കർത്താവിലൂടെ ലഭ്യമാകുന്ന ആ സമാധാനം നാം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു വെല്ലുവിളികൾക്കും നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ സമാധാനത്തെ കെടുത്തുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. യേശു കർത്താവിന്റെ ജീവിതത്തിലെ കഷ്ടതകളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇനി യേശു കർത്താവ് അനുഭവിച്ച പരിഹാസങ്ങൾ, മോക്കറി. സ്തോത്രം. യേശു കർത്താവിന്റെ ജനനത്തെപ്പറ്റി, യേശു കർത്താവിന്റെ വ്യക്തിത്വത്തെ പറ്റി, യേശു കർത്താവിന്റെ ശുശ്രൂഷയെ പറ്റി, യേശു കർത്താവ് സഹകരിക്കുന്ന ആളുകളെ വെച്ചൊക്കെ ഏതൊക്കെ തരത്തിൽ ആളുകൾ യേശുവിനെ പരിഹസിച്ചു. സ്തോത്രം. യേശു കർത്താവിന്റെ വ്യക്തിത്വത്തെ പോലും ചോദ്യം ചെയ്ത സമൂഹത്തിലാണ് യേശു കർത്താവ് വളരെ ശാന്തമായി, വളരെ സ്വസ്ഥതയോടെ ജീവിച്ചത്. തനിക്കെതിരായി കൂട്ടുകെട്ട് നടത്തി തന്നെ 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞ, സ്തോത്രം, ഇസ്കരിയോത്ത യൂദ യേശുവിന്റെ അരികിൽ അവനെ കാണിച്ചു കൊടുക്കാൻ വരുമ്പോൾ വളരെ ശാന്തതയോടെ, വളരെ സമാധാനത്തോടെ യേശു കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: സ്നേഹിത, നീ വന്നത് എന്തിന്? സ്തോത്രം. നമ്മൾ വല്ലതായിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്കെതിരെ ഒരാൾ പാര വെച്ചിരിക്കുന്നു, എനിക്കെതിരെ പദ്ധതി തയ്യാറാക്കി എന്നെ കൊടുക്കാൻ വന്നിരിക്കുന്നു എന്ന് ഒരു വ്യക്തിയെ പറ്റി നമ്മൾ മനസ്സിലാക്കി ആ വ്യക്തി നമ്മുടെ മുൻപിൽ വന്നാൽ തീർച്ചയായും നമ്മൾ ക്ഷോഭിക്കും. നമ്മൾ ആ വ്യക്തിയോട് പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കും. എന്നാൽ നമ്മുടെ മുമ്പിൽ ഇന്ന് രാത്രി മാതൃകയായി പരിശുദ്ധ ആത്മാവ് വരച്ചു കാണിക്കുന്നത് യേശു കർത്താവിനെയാണ്. സ്തോത്രം. വളരെ ശാന്തതയോടെ, വളരെ സമാധാനത്തോടെ ജീവിച്ച യേശു കർത്താവാണ് നമ്മുടെ ജീവിതത്തിന്റെ മാതൃക. അത് മാത്രമല്ല, ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, കാറ്റും അതേ തിരമാലയും ഒക്കെ ആഞ്ഞടിക്കുന്ന പടകാടി ഉലയുമ്പോൾ അവിടെയും സമാധാനത്തോടെ ശാന്തമായി ഉറങ്ങുന്ന കർത്താവാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, കാറ്റും തിരമാലയൊക്കെ നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ അസമാധാനത്തിലേക്ക് നാം വഴുതി വീഴുകയല്ല, സമാധാനത്തിന്റെ പൂർണ്ണതയിൽ ജീവിതം നയിപ്പാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. ഭക്തന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാട്ടെ. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി കണ്ടുമുട്ടിയ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്ത, യേശു കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ ഒക്കെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിക്കാട്ടെ. അപ്പോസ്തലനായ പത്രോസിനെ പറ്റി ഒരു വാക്ക് ഞാൻ പറയാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. നാളെ പത്രോസിന്റെ ശിരച്ഛേദമാണ് അടുത്ത ദിവസം. അത് പത്രോസിനെ നല്ലതുപോലെ അറിയാം. തലേ ദിവസം യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതാണ്. അടുത്ത ദിനങ്ങളിൽ തന്നെയും കൊല്ലുവാനായിട്ടുള്ള പദ്ധതിയാണ് ഹെരോദാവ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ നടുവിലും, ഇത്ര തീവ്രമായ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആ വലിയ പ്രശ്നത്തിന്റെ നടുവിലും പത്രോസ് എങ്ങനെ ആകുലപ്പെടുന്നില്ല, കരയുന്നില്ല, ആശങ്കപ്പെടുന്നില്ല, ഉത്കണ്ഠകളില്ല, കരയുന്നില്ല. താൻ ശാന്തമായി സമാധാനത്തോടെ ഉറങ്ങുകയാണ്. ഇതാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ പൗലോസ് റോമിലേക്കുള്ള തൻ്റെ യാത്രയിൽ 14 ദിവസം ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ സൂര്യനെയോ കാണാതെ വണ്ണം, അതെ, കടലിൽ വലഞ്ഞ നിമിഷം, കപ്പലിൽ 276 പേരുണ്ട്. 275 പേരും ആകുലപ്പെടുമ്പോൾ, ആശങ്കപ്പെടുമ്പോൾ, സമാധാനം കെട്ടവരായി ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോൾ, ഇവിടെ ഒരുത്തൻ, ആ അതേ കപ്പലിൽ ഒരുത്തൻ സമാധാനത്തോടെ അവരെ ആശ്വസിപ്പിക്കുകയാണ്. സമാധാനത്തോടെ അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ്, അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയാണ്, അവരെ സമാധാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കണം, എന്തുകൊണ്ടാ ദൈവിക സമാധാനം,
ക്രിസ്തുവിലൂടെ ലഭ്യമായ സമാധാനം പൗലോസിന്റെ ജീവിതത്തിൽ, പത്രോസിന്റെ ജീവിതത്തിൽ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ, നമ്മുടെ യേശു കർത്താവിന്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നു. യേശുവിന്റെ മക്കളായ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഈ സമാധാനം പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും സന്തോഷകരമായ ജീവിതം, 100% സന്തോഷകരമായ ജീവിതം, എപ്പോഴും സന്തോഷത്തോടെ ജീവിതം നയിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയും. സ്തോത്രം. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് എന്താണ്? സ്തോത്രം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. രണ്ടാമത് പറഞ്ഞത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കണം. ഇനി 3-ാമത്തെ കാര്യം, അതേ അധ്യായം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. 11 മുതൽ ഞാൻ വായിക്കുകയാണ്. ഹല്ലേലൂയ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. 13-ാമത്തെ വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. 3-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വി മസ്റ്റ് ബി കണ്ടന്റ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും സംതൃപ്തിയോടെ ജീവിതം നയിപ്പാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്, സംതൃപ്തിയോടുള്ള ജീവിതം. സ്തോത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കഥയുണ്ട്. സംതൃപ്തി ഇല്ലാത്ത കുറെ ആളുകളാണ് മലയാളികൾ. കാരണം ഈ നാട്ടിലൊക്കെ കറണ്ട് പോകുമ്പം നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ അടുത്ത വീട്ടിലെ പോയോന്ന്. അടുത്ത വീട്ടിലെ കറണ്ട് കൂടെ പോയാൽ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ വീട്ടിൽ വെട്ടം ഇല്ലാതിരിക്കുകയും അടുത്ത വീട്ടിൽ വെട്ടം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രശ്നമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇരുട്ടാണെങ്കിലും വെളിച്ചമാണെങ്കിലും സന്തോഷത്തോടെ ഇരിപ്പാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാനെല്ലാം പഠിച്ചിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടിരിപ്പാൻ, സന്തോഷത്തോടിരിപ്പാൻ എനിക്ക് കഴിയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, താഴ്ചയിലിരിപ്പാൻ എനിക്കറിയാം, സമൃദ്ധിയിലിരിക്കാൻ എനിക്കറിയാം, ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ജീവിക്കാനും എനിക്കറിയാം, നല്ല തൃപ്തനായിട്ടിരിക്കാനും എനിക്കറിയാം. എന്തുകൊണ്ടാണ് അതിന് കഴിയുന്നത്? പൗലോസിന്റെ വിൽപവർ അല്ല, എല്ലാ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള പ്രത്യേക ശക്തി തനിക്ക് വ്യക്തിപരമായി ഉള്ളതിനാലുമല്ല. താൻ വ്യക്തമാക്കുന്നുണ്ട്, എൻ്റെ ശക്തിയല്ല, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. എൻ്റെ താഴ്ചയിൽ, എൻ്റെ ഉയർച്ചയിൽ, എൻ്റെ ഇല്ലായ്മയിൽ, എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എനിക്കെല്ലാ നന്മകളും ഉള്ളപ്പോൾ, ഞാൻ തൃപ്തനായിരിക്കുമ്പോൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, എല്ലാ സമയത്തും തൃപ്തിയോടിരിപ്പാനായിട്ട് എന്നെ ശക്തീകരിക്കുന്ന ഒരുവൻ എനിക്കുണ്ട്. അതാ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ കടത്തിവിടുന്ന ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അതിൽ സംതൃപ്തിയോടെ നിലനിൽപ്പാൻ നമുക്ക് കഴിയണം. പഴയ നിയമത്തിൽ ഒരു ഭക്തനുണ്ട്. ആ ഭക്തന്റെ പേര് ഇയ്യോബ്. എല്ലാ സമൃദ്ധിയും എല്ലാ നന്മകളും ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ കാലഘട്ടത്തിലെ ധനികനായ മനുഷ്യൻ, ആയിരക്കണക്കിന് മൃഗങ്ങൾ, ആടുമാടുകൾ, ദാസീദാസന്മാർ, സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ആ മനുഷ്യന് അതെല്ലാം നഷ്ടമായപ്പോൾ, അതെല്ലാം തീർന്നു പോയപ്പോൾ, ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മൊത്തം ഇല്ലാതെ പോയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാ പറഞ്ഞത്. സ്തോത്രം. ആ ഇല്ലായ്മയെ ശപിച്ചുകൊണ്ടോ നഷ്ടങ്ങളെ ശപിച്ചുകൊണ്ടോ നഷ്ടങ്ങളിൽ പതറിക്കൊണ്ടോ ഉള്ള വാക്കുകളായിരുന്നില്ല ഇയ്യോബിന്റെ വാക്കുകൾ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് നന്മ നാം അനുഭവിച്ചു, തിന്മ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അംഗീകരിക്കണം, അവിടെ സംതൃപ്തിയോടെ ജീവിക്കണം എന്ന ഇയ്യോബിന്റെ ആദ്യ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് അതേ കഴിയുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം അസാധാരണമായ ഒരു ജീവിതമാണ്. ലോക മനുഷ്യൻ ജീവിക്കുന്നത് പോലെയുള്ള ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ലോക മനുഷ്യന് ഇല്ലായ്മ വരുമ്പോൾ അവൻ നിരാശപ്പെട്ടു പോകും. ലോകത്തിലെ മനുഷ്യൻ എന്താണ്? അവന് പ്രശ്നങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ, ഭവനമില്ലാതെ ഇരിക്കുമ്പോൾ, ആഹാരമില്ലാതെ ഇരിക്കുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ അവനാകെ നിരാശപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരാശ കയറി വാഴത്തില്ല. നിരാശയെ അതിജീവിക്കുന്ന ഒരു സ്വർഗീയ പ്രത്യാശ, ഒരു ദൈവിക ബന്ധം, ഇവിടെ പറഞ്ഞാൽ ഇന്ന് നാം ചിന്തിക്കുന്ന ചിന്തയോട് ചേർത്ത് പറഞ്ഞാൽ അതിനെ കവിയുന്ന ഒരു സ്വർഗീയ സന്തോഷം നമുക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? സകലത്തിൻ്റെ മേലും നമ്മൾ ജയം കൈവരിക്കുന്നതിന്റെ കാരണം എന്താണ്? നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇന്ന് രാത്രി ദൈവമക്കൾ പറഞ്ഞാട്ടെ, ഈ വാചകം ഒന്ന് പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം,
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ സാഹചര്യങ്ങളോ അവസ്ഥകളോ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, സാഹചര്യം എന്തുമാകട്ടെ, ഏതവസ്ഥകളാകട്ടെ, നാളത്തെ കുറിച്ചുള്ള ആകുലതകളാകട്ടെ, എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒരുപക്ഷെ ആരോടും പറയാൻ കഴിയാത്ത, ആരോടും അതെ തുറന്നു പറയാൻ കഴിയാത്ത കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നെങ്കിൽ ഉറപ്പോടെ ഞാൻ പറയാം, എന്നെ ശക്തനാക്കുന്നവൻ എന്നോട് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവോടെ അനുഗ്രഹീത ജീവിതം നയിപ്പാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. സ്തോത്രം. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഒരു സംഭവം കൂടിയുണ്ട്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി നമുക്ക് നൽകി തന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കേവലം ചരിത്രം വായിച്ച് പഠിച്ചു പോകാനല്ല, അത് ദൃഷ്ടാന്തമായിട്ടാണ്. അതിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ ഒരു വാക്കിലൊന്ന് അതൊന്ന് വിശദീകരിക്കാം. അവരുടെ ജീവിതത്തിൽ നന്മകളുള്ളപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ട് വരുമ്പോൾ, ഭക്ഷണത്തിന് ഇച്ചിരി പ്രയാസം വരുമ്പോൾ, ഇച്ചിരി വെള്ളമില്ലാതെ ഇരിക്കുമ്പോൾ, സ്തോത്രം, ഇനിയും ഇച്ചിരി ആഗ്രഹങ്ങൾ, ആഹാരങ്ങളൊക്കെ, ഇറച്ചി ഭക്ഷിക്കാനൊക്കെയുള്ള ആഗ്രഹങ്ങൾ വരുമ്പോൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരാകപ്പാടെ പിറുപിറുക്കുകയാണ്. അവർ ദൈവത്തോട് മത്സരിക്കുകയാണ്. അവരുടെ അസംതൃപ്തി അവർ പ്രകടിപ്പിക്കുകയാണ്. അവർ ദൈവത്തിന് നിരക്കാത്ത, ദൈവം ആഗ്രഹിക്കാത്ത തരത്തിൽ അവർ സംസാരിക്കുകയാണ്. ആത്മീയ നേതൃത്വത്തോട് അവർ മത്സരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്തോത്രം, ഹല്ലേലൂയ. സംതൃപ്തിയില്ലാതെ, സന്തോഷമില്ലാതെ, പിറുപിറുപ്പോടെ ജീവിതം നയിച്ചവരെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നാണ് അവിടെ വായിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവതയോടെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ദൈവം നൽകി തരുന്ന ഏതവസ്ഥയിലും സംതൃപ്തിയോടെ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ അറിയുന്ന കർത്താവുണ്ട്. നമ്മുടെ അപ്പൻ അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ, അത് തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. നമ്മുടെ തലയിലെ മുടി കൊഴിഞ്ഞു പോകുമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അല്പം ഞെരുക്കമുണ്ടെങ്കിൽ അത് ദൈവം കാണുന്നുണ്ട്. അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ദൈവം കാണുന്നുണ്ട്. സ്തോത്രം. ഏതവസ്ഥയിലും സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ജീവിപ്പാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. സ്തോത്രം. വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ കർത്താവിന്റെ കൃപ അനുഭവിക്കുന്നു എന്ന് പറയാൻ കഴിയുമെങ്കിൽ, എന്നെ ശക്തനാക്കുന്നവൻ എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് എൻ്റെ ജീവിതം ഇത്രത്തോളം എത്തി എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ ഇതുവരെ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത് പറഞ്ഞത് എന്താ? ദൈവമക്കളെ ഓർമ്മയ്ക്കായി ഞാൻ ഒന്നുകൂടി പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. രണ്ടാമത് പറഞ്ഞത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം. മൂന്നാമത് പറഞ്ഞത്, ഏതൊരവസ്ഥയിലും സംതൃപ്തിയോടിരിപ്പാൻ നമുക്ക് കഴിയണം. ഇനി 4ാമത്തെ കാര്യം അതിൻ്റെ 19ാമത്തെ വാക്യമാണ്. അതിൻ്റെ 19ാമത്തെ വാക്യം, 4-ാം അധ്യായം, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 19ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ? സന്തോഷിക്കാതിരിക്കാനായിട്ട്, ദുഃഖം വരാനായിട്ട് ഒരു കാര്യവുമില്ല, ഒരു സാഹചര്യവുമില്ല. കാരണം അവർ ഗോഡ് വിൽ മീറ്റ് ഓൾ അവർ നീഡ്സ്. എങ്ങനെയാ നമ്മുടെ നീഡ്സിനെ മീറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നത്? അക്കോർഡിംഗ് ടു ഹിസ് ഗ്ലോറിയസ് റിച്ചസ്. തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണമാ നമ്മുടെ ബുദ്ധിമുട്ട് ദൈവം തീർത്തു തരുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എൻ്റെ ബുദ്ധിമുട്ട് തീർക്കുന്ന, എൻ്റെ സാഹചര്യങ്ങളിൽ ഇടപെടുന്ന, എങ്ങനെ ഇടപെടുന്നത്? മനുഷ്യരിടപെടുന്നത് പോലെയല്ല. മനുഷ്യർ തരുന്നതിന് പരിമിതികളുണ്ട്. മനുഷ്യർ സഹായിച്ചാൽ അതിന് കണക്കുണ്ട്. മനുഷ്യർ സഹായിച്ചാൽ അല്പം കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്കോ അതിൻ്റെ പരാതിയോ പരിഭവങ്ങളോ ഒക്കെ പറയും. എന്നാൽ ദൈവം എങ്ങനെ ബുദ്ധിമുട്ട് തീർക്കുന്നത്? തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, എലീശ പ്രവാചകന്റെ ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന് നിലവിളിച്ച് പറയുകയാണ്, നിന്റെ ദാസൻ ആയ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നു എന്ന് പറഞ്ഞ് എലീശയുടെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്? അവളുടെ വീട്ടിലെ അല്പമായ ഭരണിയിലുണ്ടായിരുന്ന എണ്ണയെ ദൈവം വർദ്ധിപ്പിക്കുകയാണ്. വർദ്ധിപ്പിച്ചിട്ട് എങ്ങനെയാ? കേവലം കടഭാരം നീക്കുകയായിരുന്നില്ല, ദീർഘകാലം, ഞാൻ അതിനെ ഇങ്ങനെ മൊഴിമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവളുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള വക ഇനിയും മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ, ഇനിയും കടക്കാര് പ്രശ്നം ഉണ്ടാക്കാതെ, തുടർന്നുള്ള ജീവിതം ഏറ്റവും ഭദ്രമാക്കാനുള്ള വഴിയാ
ദൈവം അവിടെ തുറന്നു കൊടുത്തത്. സ്തോത്രം. ഇസ്രായേലിന് ദൈവം മന്ന കൊടുത്തത് എങ്ങനെയാ? സ്തോത്രം. ഒന്നോ രണ്ടോ സ്നാക്സ് കൊടുക്കുന്നത് പോലെ അല്പം കൊടുത്ത് അവരുടെ പട്ടിണി അകറ്റുകയായിരുന്നില്ല. അവർക്ക് തൃപ്തിയാകുവോളം ദൈവം അവർക്ക് മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, സകലവും ദൈവം കൊടുത്തു. നമ്മുടെ ദൈവം തൃപ്തി വരുത്തുന്ന ദൈവമാണ്. അത് എന്തുകൊണ്ടാണ് തൃപ്തി വരുത്തുന്നത്? തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സാധാരണക്കാരാണ്. ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കാര്യമാണ്, ഞാൻ സാധാരണക്കാരനാണ്. ഒരാൾ എൻ്റെ അടുക്കൽ സഹായത്തിന് വന്നാൽ എൻ്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണമായി എനിക്ക് കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. എൻ്റെ വരുമാനത്തിനനുസരിച്ച്, എൻ്റെ ആസ്തിക്ക് അനുസരിച്ച് എനിക്ക് കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ വ്യക്തിയുടെ മുമ്പിൽ ഒരാൾ ആവശ്യമായിട്ട് ചെന്നാൽ ഒരിക്കലും ഞാൻ കൊടുക്കുന്നത് പോലെ ആയിരിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, അദ്ദേഹത്തിൻ്റെ സമ്പത്തിനൊത്തവണ്ണം, അദ്ദേഹത്തിൻ്റെ ആസ്തിക്കൊത്തവണ്ണമായിരിക്കും ഒരു വ്യക്തിയെ സഹായിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചിന്തിക്കണം, നമ്മുടെ കർത്താവ് എങ്ങനെയായിരിക്കും നമ്മെ സഹായിക്കുന്നത്. സ്തോത്രം. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏലിയാവ് കെരീത്തിലായിരുന്നപ്പോൾ, കെരീത്ത് വറ്റുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന് അറിയാം കെരീത്ത് വറ്റാൻ പോവാണ്. ഇനിയും ഏലിയാവിനെ എന്ത് ചെയ്യണം? കെരീത്തിൽ നിർത്താൻ കഴിയത്തില്ല. അവന് സരാപ്തയിൽ ഒരു വഴി തുറക്കണം. അങ്ങനെ ആ ഏലിയാവിനെ സരാപ്തയിലേക്ക് അയച്ച ഒരു കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിന്റെ നാളുകളിൽ സംഭവിക്കുന്നത് നേരത്തെ അറിയുന്ന ഒരു കർത്താവ്, മുൻകൂട്ടി കാണുന്ന ഒരു കർത്താവ്, മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു കർത്താവ്, മുൻകൂട്ടി വഴിത്തിരിവുകൾ നൽകുന്ന കർത്താവ്, പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, ചിന്തിക്കാത്ത മേഖലകളിൽ വഴികളെ തുറക്കുന്ന കർത്താവ്, നമ്മൾ ആഗ്രഹിക്കാത്ത, ചിന്തിക്കാത്ത നിലകളിൽ നമ്മെ മാനിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രി സാക്ഷ്യം പറയാൻ കഴിയത്തില്ലേ? നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നില്ലേ? ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചില്ലേ? അതേ, പാട്ട് പാടിയപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടിയതുപോലെ സാധ്യതകൾ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങൾ അകന്നു മാറിയപ്പോൾ, സ്നേഹം തന്നു വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതിയില്ലേ? ഹല്ലേലൂയ. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം സകല ബുദ്ധിമുട്ടും തീർത്ത് തരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ 4 കാര്യം ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുക. ദൈവമക്കളും ഞാനത് പറയുമ്പോൾ എന്നോടൊപ്പം ചേർന്നൊന്ന് പറഞ്ഞാട്ടെ. സന്തോഷിക്കാനായിട്ടുള്ള 4 കാര്യങ്ങളിലാണ് ഞാനിവിടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കളുമായിട്ട് പങ്കുവെച്ചത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കാരണം നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ, നമ്മുടെ നാളുകൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി അത് കരുതും. സ്തോത്രം. 2ാമത്തെ കാര്യം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. ഹല്ലേലൂയ. യേശുവിലൂടെ ലഭ്യമാകുന്ന എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് നമ്മോട് അരുളി ചെയ്ത യേശു കർത്താവിലൂടെ ലഭ്യമാകുന്ന സമാധാനം. കഷ്ടത വരട്ടെ, അതെ, പരിഹാസം വരട്ടെ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരട്ടെ, കാറ്റും തിരമാലയൊക്കെ ജീവിത പടയിന് നേരെ ആഞ്ഞടിക്കട്ടെ, തടവിലാക്കപ്പെടട്ടെ, കഷ്ടതകളുടെ കൂമ്പാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, അതിൻ്റെ നടുവിലും ദൈവിക സമാധാനമുള്ളവരായി, സ്വസ്ഥതയുള്ളവരായി ജീവിതം നയിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. 3ാമത് പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ. സകലത്തിലും സംതൃപ്തിയോടിരിപ്പാൻ, ദൈവം നൽകുന്ന ഏതനുഭവമായാലും അതിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എവിടാണ് സംതൃപ്തി? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ അധിക ഹല്ലേലൂയ നന്മയ്ക്ക് വേണ്ടി, അധിക കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ആവലോടെ ഓടുന്നവരാണ് പലരും. എന്നാൽ വചനം പറയുന്നത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക എന്നാണ് ബൈബിൾ പറയുന്നത്. സ്തോത്രം. അപ്പോൾ 3ാമത്തെ കാര്യം, ഏതൊരു സാഹചര്യത്തിലും സംതൃപ്തിയോടിരിപ്പാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. 4ാമത്തെ കാര്യം, തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ, സന്തോഷത്തോടെ ജീവിതം നയിപ്പാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി 5ാമതായി പറഞ്ഞിട്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിലാണ്. ഞാനത് വാക്യം വായിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ആത്യന്തികമായി, അടിസ്ഥാനപരമായി കഴിയുന്നത് എന്തുകൊണ്ടാണ്? നാം ഈ ഭൂമിയിലുള്ളവരല്ല, ഇവിടെയുള്ളവരല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഇവിടെ കൊണ്ട് ജീവിച്ച് ഇവിടെ കൊണ്ട് ഒതുങ്ങിപ്പോകുന്നവരല്ല.
സ്തോത്രം. നാം സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം, നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരും എന്ന് നാം ഉറപ്പോടെ വിശ്വസിക്കുകയാണ്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിന്റെ സംഭവങ്ങൾ അതാണ് വിളിച്ചറിയിക്കുന്നത്. അവിടെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ശാപങ്ങൾ, വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സകലവിധ അടയാളങ്ങളും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്നു. നമ്മുടെ കഷ്ടത തീരാൻ, നമ്മുടെ ദുഃഖം തീരാൻ, നമ്മുടെ ഭാരം തീരാൻ സമയമായി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നൊടി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം സാരമില്ല എന്ന് എണ്ണുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോൾ ആത്യന്തികമായി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് എൻ്റെ അറിവനുസരിച്ച് ഈ മീറ്റിംഗ് അവസാനിക്കേണ്ട സമയം ഏറെക്കുറെ ആയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി വായിച്ച വാക്യം ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, എവിടെയായിരുന്നാലും ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് വളരെ വിശ്വസ്തയോടെ സന്തോഷത്തോടെ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ. സാഹചര്യങ്ങളല്ല നമ്മുടെ സന്തോഷത്തെ തീരുമാനിക്കേണ്ടത്, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളല്ല നമ്മുടെ സന്തോഷത്തെ തീരുമാനിക്കേണ്ടത്. കർത്താവിലൂടെ ലഭ്യമായ, കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്ന, കർത്താവിലൂടെ അനുഭവിക്കാൻ കഴിയുന്ന ആ സന്തോഷം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ഹല്ലേലൂയ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ കാക്കപ്പെട്ടവരായി ഏതൊരവസ്ഥയിലും സംതൃപ്തിയുള്ള ജീവിതം നയിക്കുന്നവരായി, അതോടൊപ്പം എനിക്ക് വേണ്ടി എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ടെന്നുള്ള നിശ്ചയത്തോടെ, അതോടൊപ്പം തന്നെ ഒട്ടും കുറച്ച് കളയാതെ എൻ്റെ ഭാവി ഏറ്റവും മഹത്തരമാണ്, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, എൻ്റെ കർത്താവ് വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ തികഞ്ഞ സന്തോഷത്തോടെ നമ്മുടെ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം അതിനായി ഒരുക്കട്ടെ. സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, തികവിലേക്ക് ദൈവം ഏവരെയും നടത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഇങ്ങനെ ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുകയും വചനം ശുശ്രൂഷിപ്പാനും ആരാധന നയിപ്പാനും ഒരവസരം കൂടി നൽകി തന്ന പ്രിയപ്പെട്ട പ്രത്യാശനോടുള്ള കുടുംബത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ തന്നെ ഈ ചെറിയ ആരംഭത്തെ തുച്ഛീകരിക്കാത്ത കർത്താവ് ഈ പ്രവർത്തനത്തെ ആ രാജ്യത്ത് ഏറ്റവും ശക്തമായ നിലകളിൽ വളർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കിൽ ഞാൻ ഉപസംഹരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളായ, സ്നേഹിതരായ പല പ്രിയപ്പെട്ടവരും UK-യിലും മറ്റിതര രാജ്യങ്ങളൊക്കെ കടന്നുപോയി. ഒരുപക്ഷെ സോക്കോൾഡ് പാസ്റ്റേഴ്സ് ഒന്നുമല്ല, ബൈബിൾ കോളേജിൽ പഠിച്ചവർ പോലുമല്ല. അവർ അവിടെ കടന്നുപോയി ദൈവം കൊടുത്ത നിയോഗമനുസരിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നു, അവർ പ്രയോജനപ്പെടുന്നു, അവർ സഭകൾ സ്ഥാപിക്കുന്നു, സഭകൾ വളരുന്നു, സഭകൾ ശക്തമായ നിലയിലേക്ക് കടന്നു വരികയും അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും പകർന്നു കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ ഇരുന്ന് സന്തോഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം കൃപ നൽകുന്നുണ്ട്. ഇന്ന് രാത്രിയിലും സന്തോഷത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. God bless you all. Amen. Hallelujah.